ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ഉജ്ജു ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം ഉജ്ജു ബ്രാഹ്മണം പ്രഥമ മന്ത്ര ദ്വിതീയ മന്ത്രം. അദഹ ഏനം ഉജ്ജുഃ ലാഖ്യായനിഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച മദ്രേഷു ചരകാഃ പര്യവ്രജാമ തേ പതഞ്ജലസ്യ കാപ്യസ്യ ഗൃഹാനൈമ തസ്യ ആസീദ് ദുഹീത ഗന്ധർവാ ഗൃഹീത തം അപൃച്ഛാമ കഹ അസി ഇതി സഹ അബ്രവീദ് സുധന്വാ ആംഗിരസഃ ഇതി തം യഥാ ലോകാനാം അന്ധാൻ അപൃച്ഛാമ അധ ഏനം അബ്രൂമ ക്വ പാരീക്ഷിതാഃ അഭവൻ ഇതി ക്വ പാരീക്ഷിതാഃ അഭവൻ സഹ ത്വാ പൃച്ഛാമി യാജ്ഞവൽക്യ ക്വ പാരീക്ഷിതാഃ അഭവൻ ഇതി. പ്രഥമ മന്ത്രത്തിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അറിയിക്കണം. പ്രഥമ മന്ത്രം ബുജ്ജുവിൻ്റെ ചോദ്യം പ്രധാനമായിട്ടും ഗന്ധർവൻ ബാധിച്ച ആ പതഞ്ജലൻ്റെ പുത്രിയോട് ചോദിക്കുകയായിരുന്നു. അങ്ങ് ആരെന്ന് ചോദിച്ചു. ഔപചാരികമായിട്ട് അതിന് മറുപടി പറഞ്ഞു. ആംഗിരസ് ഗോത്രത്തിലുള്ള സുധന്വ എന്ന ഗന്ധർവനാണ് ഞാനെന്ന് പറഞ്ഞു. അതിന് മറുപടി കേട്ടതിനനന്തരം ബുജ്ജുവും അദ്ദേഹത്തിനോടൊപ്പം ഭൈക്ഷചര്യം അനുഷ്ഠിച്ചു വരുന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവർ. ബുജ്ജു അടുത്തതായി ഈ സുധന്വ എന്ന ഗന്ധർവനോട് ചോദിക്കുന്ന ചോദ്യം യാജ്ഞവൽക്യ മഹർഷിയോട് ബുജ്ജു ഈ വിദ്വത്സഭയിൽ ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാരീക്ഷിതന്മാരുടെ പുനർജന്മം എന്ത്? പാരീക്ഷിതരാരെന്ന് നമ്മൾ കണ്ടിരുന്നു. യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നതാണ് ദ്വിതീയ മന്ത്രം. ദ്വിതീയ മന്ത്രം ഒന്നും പദച്ഛേദം പറയാം. സഹോവാച ഉവാച വൈ സഹ അഗച്ഛൻ വൈ തേ തത് യത്ര അശ്വമേധയാജിനഃ ഗച്ഛന്തി ഇതി ക്വ നു അശ്വമേധയാജിനഃ ഗച്ഛന്തി ഇതി ദ്വാത്രിംശതം വൈ ദേവരഥാഖ്യാനി അയം ലോകഃ തം സംബന്ധം പൃഥിവി ദ്വിസ്താവതെന്നാണ്. ഞാൻ ഇന്നലെ ദ്വിംസ്താവതെന്നാണ് പറഞ്ഞത്. ദയവായി എല്ലാവരും ക്ഷമിക്കുക. ഒരു മകാര ഇരട്ടിപ്പ് വന്നതാണ്. ക്ഷമ ചോദിക്കുന്നു. ദ്വിസ്താവത് പര്യേതി താം സംബന്ധം പൃഥിവി ദ്വിസ്താവത് സമുദ്രഃ പര്യേതി തദ്ധ്യാവതി ശുരസ്യ ധാരാ യാവത് വാ മക്ഷികായാഃ പത്രം താവൻ അന്തരേണ ആകാശഃ താൻ ഇന്ദ്രഃ സുപർണഃ ഭൂത്വാ വായവേ പ്രായച്ഛത് താൻ വായുഃ ആത്മനി ദിത്വാ തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ അഭവൻ ഇതി ഏവമിവ വൈ സഹ വായും ഏവ പ്രശംസ
തസ്മാത് വായുരേവ വെഷ്ടിഃ വായുഃ സമഷ്ടിഃ അപഃ പുനഃ മൃത്യും ജയതി യ ഏവം വേദ തദോഹ ബുജ്യുഃ ലാഹ്യായനി ഉപരരാമ. ഒരുമിച്ച് പാരായണം ചെയ്യാം. ബുജ്ജു ബ്രാഹ്മണം ദ്വിതീയ മന്ത്രം. സഹോവാച ഉവാച വൈ സഹ അഗച്ഛൻ വൈ തേ തത് യത്ര അശ്വമേധയാജിനഃ ഗച്ഛന്തി ഇതി. ക്വ നു അശ്വമേധയാജിനഃ ഗച്ഛന്തി ഇതി. ദ്വാത്രിംശദം വൈ ദേവരഥാഖ്യാനി അയം ലോകഃ തം സമന്ധം പൃഥിവീ ദിസ്താവദ് പര്യേതി. താസമന്ധം പൃഥിവീ ദിസ്താവദ് സമുദ്രഃ പര്യേതി. തദ്ധ്യാവതി ശുരസ്യ ധാരാ യാവദ്വാ മക്ഷികായാഃ പത്രം താവൻ അന്തരേണ ആകാശഃ. താൻ ഇന്ദ്രഃ സുപർണഃ ഭൂത്വാ വായവേ പ്രായച്ഛത്. താൻ വായുഃ ആത്മനി ദിത്വാ തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ അഭവൻ ഇതി. ഏവം ഇവ വൈ സഹ വായും ഏവ പ്രശംസാം. തസ്മാത് വായുരേവ വെഷ്ടിഃ വായുഃ സമഷ്ടിഃ അപഃ പുനഃ മൃത്യും ജയതി യ ഏവം വേദ തദോഹ ബുജ്യുഃ ലാഹ്യായനി ഉപരരാമ. ദ്വിതീയ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നമ്മുടെ മനസ്സിൽ ആ വിദ്വത്സഭ ജനക മഹാരാജാവ് അധ്യക്ഷനായിരിക്കുന്നു. ബുജ്ജു എന്ന പണ്ഡിതൻ യാജ്ഞവൽക്യ മഹർഷിയോട് തൃതീയ ബ്രാഹ്മണത്തിൽ ചോദ്യം ചോദിക്കുന്നത്, പ്രഥമ മന്ത്രത്തിൽ ഗന്ധർവനോടായി ചോദ്യം ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പാരീക്ഷിതന്മാരുടെ ഗതി എന്ത്? യാജ്ഞവൽക്യ മഹർഷി ബുജ്ജുവിന് മറുപടി കൊടുക്കുന്നതാണ് ദ്വിതീയ മന്ത്രം. മറുപടി ആരംഭിച്ചത് ഇങ്ങനെയാണ്: ഈ പുണ്യപാപങ്ങളൊക്കെ പാപങ്ങൾ പോക്കി പുണ്യമാർജിച്ച പാരീക്ഷിതന്മാര് പുനർജനിക്കുന്നത് എവിടെയെന്നാൽ, അല്ലയോ ബുജ്ജു, അശ്വമേധയാജികൾ, അശ്വമേധയാഗം അനന്തരം അവർക്ക് ലഭിക്കുന്ന പദവിയാണ് അശ്വമേധയാജി. ആ അശ്വമേധയാജികൾ ശരീരം ഉപേക്ഷിച്ച് പുനർജനിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് ഈ പാപങ്ങളെല്ലാം പോക്കി ആ പാരീക്ഷിതന്മാരും പുനർജനിക്കുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഇവരുടെ ഗതി എങ്ങനെയാണ്? ഇവർ പുനർജനിക്കുവാനായിട്ട് അവരുടെ ശരീരം, സ്ഥൂല ശരീരം ഇഹലോകത്ത്, ഭൂലോകത്തിരുന്നു കൊണ്ടേ ഈ യജ്ഞയാഗാദികളൊക്കെ ചെയ്യാൻ സാധിക്കും. ദേവലോകത്ത്, സത്യലോകത്ത് അത് സാധിക്കില്ല. പിന്നെ അധോലോകത്തും സാധിക്കില്ല. അപ്പോൾ ആകെ യജ്ഞയാഗാദികൾ ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക, അത് അശ്വമേധ ആയിക്കോട്ടെ, വാജ്പേയി ആയിക്കോട്ടെ, വിശ്വജിത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരീക്ഷിതയാഗം ആയിക്കോട്ടെ, ഏത് യജ്ഞയാഗാദികളും ചെയ്യണമെങ്കിൽ പ്രധാനമായും ഭൂലോകം ആവശ്യമാണ്, പിന്നെ മനുഷ്യ ശരീരവും ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഭൂലോകത്ത് നിന്നും ശരീരം ഉപേക്ഷിച്ച് അവർ അടുത്ത പുനർജനിക്കാനായിട്ട് സ്ഥൂല ശരീരം ഇവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് സൂക്ഷ്മ ശരീരവുമായിട്ട് അവരുടെ ആ ഗതി അല്ലെങ്കിൽ യാത്ര എന്ന് പറയാം. സൂക്ഷ്മ ശരീരത്തിൻ്റെ പുണ്യങ്ങൾ ആർജിച്ച ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്ര എങ്ങനെയാണ് എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ദ്വാത്രിംശതം വൈ ദേവരഥാഖ്യാനി അയം ലോക. അയം ലോക എന്ന് വെച്ചാൽ അയം ഭൂലോക. ഈ ലോകത്ത് നിന്ന് അവർ സ്ഥൂല ശരീരം, അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകണം, പാരീക്ഷിതന്മാർ, അശ്വമേധ യാജികളൊക്കെ അവർ യാഗമെല്ലാം കഴിഞ്ഞ് പുണ്യമൊക്കെ സമ്പാദിച്ച് സ്ഥൂല ശരീരം ഉപേക്ഷിക്കുകയാണ്, അല്ലേ? പിന്നെ അവരുടെ പുണ്യങ്ങൾ ആർജിച്ച വാസനകൾ അല്ലെങ്കിൽ സൂക്ഷ്മ കാരണ ശരീരങ്ങളുമായി അവർ പോകുന്നത്, ആ ഗതി പറയുകയാണ്. എങ്ങനെയാണ്? ആദ്യം അവർ ഈ പുണ്യത്തോടുകൂടി അവർക്ക് തനിയെ യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് ആരാണ് അവരെ കൊണ്ടുപോകുന്നത്? അഗ്നിദേവനാണ് ഇവരെ വന്ന് സ്വീകരിക്കുന്നത്. നിങ്ങൾ വരൂ, നിങ്ങളുടെ ഭൂലോകത്തുള്ള വാസമെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഭൂലോകത്തുള്ള
ഈ സ്ഥൂല ശരീരത്തിൻ്റെ പ്രാരാബ്ധമെല്ലാം കഴിഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് യാത്ര പോകാം, എങ്ങോട്ട്? ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അഗ്നിദേവൻ ഇവരുടെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാവന വേണം. വളരെ സൂക്ഷ്മമായി, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല, പക്ഷെ ഇതൊക്കെ സൂക്ഷ്മമായി നടക്കുന്നതാണ്. നമുക്ക് ആ ഒരു സത്യത്വ ബുദ്ധിയുമുണ്ട് അതിനോട്. അപ്പം അഗ്നിദേവൻ ഇദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരവുമായിട്ട് പോവുകയാണ്. അപ്പം അതെങ്ങനെയാണ്? സൂര്യമണ്ഡലം കടന്ന് പിന്നെ അടുത്തത് തം സംബന്ധം പൃഥിവി ദിസ്താവത് പരിയേതി. അതിനുശേഷം എന്നാണ്? സൂര്യമണ്ഡലത്തിന് ചുറ്റും കറങ്ങുന്ന ഈ ഭൂമിയും കടന്ന് അടുത്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഉയർന്നുയർന്ന ലോകത്തിലേക്ക് ഈ സൂക്ഷ്മ ശരീരവും വഹിച്ചുകൊണ്ട് ആര് പോകുന്നു? അഗ്നിദേവൻ പോകുന്നു. അഗ്നിദേവൻ എന്നത് ഇവിടെ പരാമർശിച്ചിട്ടില്ല. നമ്മൾ അധ്യാഹാരം ചെയ്തോണം മനനം ചെയ്യുമ്പോൾ അഗ്നിദേവനാണ് അതിൻ്റെ ഡ്യൂട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഗ്നിർയഥൈകോ ഭുവനം പ്രതിഷ്ഠം അല്ലേ? അഗ്നിർയഥൈകോ, അഗ്നിദേവനാണ് അത് ആ ധർമ്മം ചെയ്യുന്നത്. ഏത് ധർമ്മം? സ്വർഗാദി ലോകങ്ങളിലേക്ക് ഒരു ജീവനെ ഭൂലോകത്തു നിന്നും കൂട്ടിക്കൊണ്ടു പോകുക എന്ന ധർമ്മം. അഗ്നിദേവൻ ഒരുപാട് ധർമ്മമുണ്ട്. പഞ്ചമഹാഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി. ആ ധർമ്മം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വാഗേന്ദ്രിയത്തിലിരുന്ന് നമ്മളെ സഹായിക്കുന്നു അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ താപനിലയൊക്കെ നിലനിർത്തുന്നു. അങ്ങനെ ഒരുപാട് ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവതയാണ് അഗ്നി അല്ലേ? ജഠരാഗ്നി, ആവഹനീയ അഗ്നിയൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു ധർമ്മവും ഇവിടെ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നു. ഈ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച ഈ പുണ്യാത്മാവിനെയും കൊണ്ട് ഉയർന്ന ലോകത്തേക്ക് ഓരോ മണ്ഡലങ്ങളും കടന്ന് അല്ലേ? സൂര്യനെ പ്രദക്ഷിണം ചെയ്ത്, അടുത്ത ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത്, പിന്നെ അടുത്ത എന്താണ്? താ സംബന്ധം പൃഥിവി ദുഷ്ടാവത് സമുദ്ര. പിന്നെ ഈ ഭൂമിയേക്കാളും വലുതായിട്ട്, അതായത് കരയേക്കാളും കൂടുതലാണല്ലോ കടലുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. അടുത്ത മന്ത്രത്തിൽ അടുത്ത ഭാഗത്ത് ഈ മക്ഷികയുടെ ഉദാഹരണം വരുമ്പോൾ അല്ലേ? കരയും കടലും തമ്മിൽ എത്ര ദൂരമുണ്ട് അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് അളക്കാൻ പറ്റുന്നത്ര ദൂരമൊന്നും ഇല്ല അല്ലേ? കരയോട് ചേർന്ന് തന്നെയാണ് കടൽ പോകുന്നത്. അപ്പോൾ അതിവിടെ നമുക്ക് അടുത്ത ഉദാഹരണത്തിൽ ചിന്തിക്കാവുന്നതാണ്. അടുത്ത കടലും കടന്ന് അല്ലേ? കരയും കടന്ന് ഇങ്ങനത്തെ ഈ അഗ്നിദേവൻ ഈ ജീവനെയും കൊണ്ട് പോവുകയാണ്. ഏതു വിധം? ഇനി ഇവ തമ്മിലുള്ള ഈ അളവ് പറയുകയാണ്. അതായത് ഇവ തമ്മിൽ ഒരു അളവ് വ്യത്യാസവുമില്ല. നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്ര ദൂരമൊന്നുമില്ല ഈ മണ്ഡലങ്ങൾ തമ്മിൽ എന്ന് പറയുകയാണ്. അടുത്തത് തത് യാവത് ശുരസ്യധാര യാവത് വാ മക്ഷികായാഹ പത്രം താവൻ അന്തരേണ ആകാശഃ. അതായത് എങ്ങനെയാണ് ഒരു വാളിന് എത്ര അല്ല വളരെ ഷാർപ്പാകുന്നത്? എങ്ങനെയാണത്? വളരെ ചെറിയ അല്ലേ? അതിനിങ്ങനെ മിനുസപ്പെടുത്തി വരുമ്പോഴാണ്. അതുപോലെ മക്ഷിക എന്ന് വെച്ചാൽ പ്രാണി. ഈ പ്രാണിയുടെ ചിറക്, ആ ചിറകിന് എത്ര മാത്രം വലിപ്പമുണ്ട് അല്ലേ? വളരെ നേർമയാണ് അതിൻ്റെ ചിറകുകൾ. അപ്പം അത്രയും മാത്രമേ അളവ് വ്യത്യാസമുള്ളൂ ഓരോ മണ്ഡലം. അതായത് ഇത് കണക്റ്റഡ് ആണെന്ന് മാത്രം നമ്മൾ ഈ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ ഒരു പുഴ നീന്തി കിടക്കുന്ന പോലെയോ അല്ലെ ഒരു സമുദ്രം ചാടി കിടക്കേണ്ട അത്രയും ഒന്നും ദൂര വ്യത്യാസമില്ല ഓരോ ലോകങ്ങളും എന്ന് ഇവിടെ പറയുകയാണ്. അവിടെ വരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അടുത്തതിലേക്ക് പോകാം. താൻ ഇന്ദ്രഃ സുപർണഃ ഭൂത്വാ വായവേ പ്രായച്ഛത്. താൻ ഇന്ദ്രഃ കണ്ടോ? അവിടെ വന്നു ഇന്ദ്രൻ എന്നുള്ള വാക്ക്. നിങ്ങളുടെ പുസ്തകത്തിൽ മൃഡാനന്ദ സ്വാമിജി വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇന്ദ്രൻ ആര് എന്ന്. അശ്വമേധ
അശ്വമേധത്തിലെ അഗ്നി എന്നല്ല, അശ്വമേധ യാഗത്തിലെ അഗ്നി എന്നാണ് കേട്ടോ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം മലയാളമുള്ളവർ പേജ് 230. ഇവിടെ കണ്ടോ, ഇന്ദ്രഹ, ഇന്ദ്രൻ. അശ്വമേധത്തിലെ അഗ്നിയല്ല, അശ്വമേധ യാഗത്തിലെ അഗ്നി. അശ്വമേധം വേറെ, അശ്വമേധ യാഗം വേറെ അല്ലേ. അശ്വത്തിനെ ഉപയോഗിച്ച് യാഗം നടക്കുമ്പോഴേ അഗ്നിയുടെ ആവശ്യമുള്ളൂ അല്ലേ. യജ്ഞയാഗാദികൾക്കല്ലേ അഗ്നിയുടെ ആവശ്യം വരിക അല്ലേ. അഗ്നിയിലേക്കല്ലേ എല്ലാം നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നത്, അഗ്നിസാക്ഷിയായിട്ടല്ലേ. അപ്പോൾ അവിടെ എഴുതിക്കോളൂ, അശ്വമേധ യാഗത്തിലെ അഗ്നി. ഇന്ദ്രഹ, താൻ ഇന്ദ്രഹ സുപർണഹ ഭൂത്വാ വായവേ പ്രായച്ചത്. അപ്പം അടുത്ത യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഈ അശ്വമേധ യാഗമെല്ലാം കഴിഞ്ഞ് പുണ്യമൊക്കെ സമ്പാദിച്ച് ശരീരം ഉപേക്ഷിച്ചിട്ട്, സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് ഉയർന്ന ലോകത്തേക്ക് പോകുന്ന ആ ജീവനെ ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഗ്നിയെയാണ് ഇന്ദ്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പല സന്ദർഭങ്ങളിലും പലത് കണ്ടിട്ടുണ്ട്. ഇവിടെ അഗ്നിയെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. കാരണം ഏതൊരു യാഗത്തിൻ്റെയും നേതാവ്, സുപ്രധാനിയായിരിക്കുന്നയാൾ അഗ്നിയാണ്. അഗ്നി ഇല്ലെങ്കിൽ എങ്ങനെ യജ്ഞയാഗം ചെയ്യും അല്ലേ. അത് നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു ഗണപതി ഹോമം മുതൽ ആരാണ് അവിടെ ഏറ്റവും പ്രധാനി? ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രധാനി, ഇമ്പോർട്ടൻ്റ് പേഴ്സൺ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അവിടെ ആരാണ്? അഗ്നിയാണ്. ഇപ്പം നമ്മൾ വിഘ്നം മാറാനായിട്ട് ഗണേശ ഹോമം ചെയ്യുന്നു അല്ലേ. അഗ്നി ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഹോമം നടത്തും അല്ലേ. അതുപോലെ ഏതും എടുത്തോളൂ, ഏത് യജ്ഞം നമുക്കറിയാവുന്ന ചെറുത് മുതൽ വലുത് വരെയുള്ള ഏത് യജ്ഞയാഗാദികൾ എടുത്തോളൂ, അവിടെ ആരാണ് പ്രധാനി? അഗ്നിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അഗ്നിയെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ദേവേന്ദ്രനോ അല്ലെങ്കിൽ നമ്മൾ മറ്റു ബ്രാഹ്മണങ്ങളിൽ കണ്ട പരമാത്മാവിനെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രോ മായാഭി പുരുരൂപയ്യതേ തദസ്യ രൂപം പ്രതിചക്ഷണായ എന്ന മന്ത്രത്തിൽ, മധുബ്രാഹ്മണത്തിൽ. അതല്ല ഇവിടെ. അപ്പോൾ ഇന്ദ്രൻ എന്ന വാക്കിന് സാന്ദർഭികമായിട്ട് അർത്ഥം മാറും. ഇപ്പം ഇവിടുത്തെ സന്ദർഭത്തിൽ ഇന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഗ്നിദേവത. ഏത് അഗ്നിദേവത? ഈ പാരീക്ഷിത യാഗം, അശ്വമേധ യാഗം ചെയ്യുമ്പോൾ ആ യാഗത്തിന് സാക്ഷിയായിരിക്കുന്ന, അല്ലെങ്കിൽ ആ യാഗത്തിലേക്ക് അർപ്പിക്കുന്ന ഹവിസുക്കളൊക്കെ സ്വീകരിക്കുന്ന ആ അഗ്നിദേവത എന്ത് ചെയ്യുന്നു? സുപർണഹ ഭൂത്വാ വായവേ പ്രായച്ചത്. ഇത് വളരെ ഒരു ആലങ്കാരികമായിട്ട് എക്സാജറേറ്റ് ചെയ്യാൻ നമ്മൾ പറയാറില്ല, അങ്ങനെ പറഞ്ഞതാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കാം എന്ന് ഇപ്പോഴത്തെ ആചാര്യന്മാർ പറയുന്നു. അതായത് ഒരു പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ട് ഈ അഗ്നിദേവത എന്ത് ചെയ്യുന്നു? അഗ്നിയുടെ രൂപം മാറ്റി പക്ഷിയായി മാറി പാരീക്ഷിതന്മാരെ അല്ലെങ്കിൽ അശ്വമേധ യാജികളെ ഉയർന്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാക്കയും അല്ലെങ്കിൽ പരുന്തും അങ്ങനത്തെ പക്ഷിയായിട്ട് ഇതിനെ എടുക്കരുത് അല്ലേ. നമ്മൾക്ക് പരിചയമുള്ളൂ പക്ഷി എന്ന വാക്കിൻ്റെ നമ്മൾ കാണുന്നത് അതാണ് അല്ലേ. സുപർണ എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട് മുണ്ടകോപനിഷത്ത്, തൃതീയ മുണ്ടകം പ്രഥമഖണ്ഡ. ധാസുപർണ സയുജാ സഹായ അല്ലേ. സമാനം വൃക്ഷം പരിഷക്സജാതേ തയോരന്നപ്പിപ്പലം സാധുവത്തി അല്ലേ. നമ്മുടെ പുസ്തകത്തിലൊക്കെ ഉണ്ട്. മുണ്ടകോപനിഷത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവർ ചട്ട എങ്ങനെയാണ് അല്ലേ? 2 പക്ഷികൾ ഇരിക്കുന്നതല്ലേ, അതാണ് സുപർണ. അതായത് സുപർണ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് സാധാരണ നമ്മൾ കാണുന്ന പക്ഷിയല്ല, ഇത് ദേവപക്ഷി, അതാണ് സുപർണ. അപ്പോൾ അവർക്ക് നമ്മൾ കാണുന്ന പോലെയുള്ള ചിറകുകളോ അല്ലെങ്കിൽ കൊത്തി തിന്നുന്ന ചുണ്ടോ കാലോ അങ്ങനെ ആയിട്ട് നമ്മളിതിനെ കാണരുത്. ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യവും നമുക്ക് ഓർക്കാം. യാജ്ഞവൽക്യ മഹർഷി വൈശംപായന മഹർഷിയുടെ അടുത്തുനിന്ന് പോരൂല്ലേ
ബ്രഹ്മഹത്യാപാപം ഏറ്റെടുക്കാൻ പറ്റൂല, വൈശമ്പായന മഹർഷി അങ്ങ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് എതിർക്കുമ്പോൾ വൈശമ്പായന മഹർഷി പറയുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ അങ്ങക്ക് പകർന്നു തന്ന യജുർവേദമൊക്കെ എനിക്ക് തിരിച്ചു തരാൻ പറയുന്നുണ്ടല്ലോ. അപ്പം യാജ്ഞവൽക്യ മഹർഷി തിരിച്ചു കൊടുക്കുമ്പോൾ അല്ലേ എന്താ ചെയ്യുന്നത് അല്ലേ, വൈശമ്പായന മഹർഷി കണക്ക് പറഞ്ഞു അല്ലേ, ഞാൻ അത് തന്നു ഇത് തന്നു. അപ്പം അങ്ങനെ ആരെങ്കിലും നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താണ് അത്, അല്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും. യാജ്ഞവൽക്യ മഹർഷി വിവേകത്തോടു കൂടി അത് ചെയ്ത് അല്ലേ, വൈശമ്പായന മഹർഷി തിരിച്ചു ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്ത്, യാജ്ഞവൽക്യ മഹർഷി അത് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്താ ചെയ്തത്, അദ്ദേഹത്തിനെ മനസ്സിലാക്കിയ വൈശമ്പായന മഹർഷിയുടെ ശിഷ്യരായിരുന്ന ശിഷ്യഗണങ്ങൾ എന്താ ചെയ്തത്, തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ കൊത്തിയെടുത്തു എന്ന് നമ്മൾ കഥ കേട്ടിട്ടില്ലേ. അങ്ങനെയാണ് ശുക്ല യജുർവേദം കൃഷ്ണ യജുർവേദം എന്ന 2 ശാഖയായി പിരിയാൻ കാരണം. അപ്പം ഷർദിൽ കൊത്തിയെന്നല്ല, നമ്മൾ കാണുന്ന ഈ തിത്തിരി പക്ഷികളല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും എടുക്കണം. ഈ അഗ്നിദേവൻ നമ്മൾ കാണുന്ന പ്രാവായിട്ടോ കാക്കയായിട്ടോ അല്ലെങ്കിൽ പരുന്തായിട്ടോ വന്ന് കൊത്തിയെടുത്തതായിട്ടല്ല, അവർ സുപർണ പക്ഷികളാണ്. അതുകൊണ്ടാണ് സുപർണ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അശ്വമേധ യാഗത്തിൽ ഉപയോഗിച്ച ഈ അഗ്നി, ആ അഗ്നിയെ ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നു. കാരണം എന്താ, ഏതൊരു യാഗത്തിൻ്റെയും പ്രധാന സാക്ഷി അഗ്നി ആയതുകൊണ്ട് അഗ്നിക്കുള്ള ഒരു ബഹുമാനാർത്ഥം ഇവിടെ അഗ്നിദേവനെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു. ആ അഗ്നി എന്ത് ചെയ്യുന്നു, യാഗാനന്തരം അശ്വമേധ യാഗമെല്ലാം കഴിഞ്ഞ് അവർ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പാരീക്ഷിതന്മാർ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അഗ്നിദേവൻ എന്ത് ചെയ്യും, സുപർണ പക്ഷിയായിട്ട് മാറും അല്ലേ. അവർ ദേവതകളാണ്, അവർക്ക് ഏത് രൂപവും സ്വീകരിക്കാനുള്ള മഹാസിദ്ധിയുള്ളവരാണ്. അപ്പം അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ശേഷം ആ പക്ഷി, അതായത് അഗ്നിദേവൻ പക്ഷിയായി മാറി ആ പക്ഷി എന്ത് ചെയ്യണം, ഈ അശ്വമേധ യാജികളെ അല്ലെങ്കിൽ പാരീക്ഷിതന്മാർ 2 പേർക്ക് ഒരേ പുണ്യമാണ്, അതുകൊണ്ട് ഇവരെ 2 പേരെയും കൊണ്ട് ഒന്നെങ്കിൽ അശ്വമേധ യാജികളെ അല്ലെങ്കിൽ പാരീക്ഷിതന്മാരെ ഇവരെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നു, ഓരോ മണ്ഡലവും കടന്ന് അല്ലേ, സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ഭൂമിയെ കറങ്ങി കടൽ കടന്ന് സൂര്യമണ്ഡലം കടന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരെവിടെ എത്തുന്നു, വായുവിനെ ഏൽപ്പിക്കുന്നു. ഇവിടെ വായു എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സൃഷ്ടികർത്ത എന്നാണ് വായു എന്ന വാക്കിന് ഇവിടുത്തെ അർത്ഥം. നിങ്ങൾ കുറിപ്പ് വായിച്ചാൽ മതി, മൃഡാനന്ദ സ്വാമിജിയുടെ അല്ലേ. വായു നമ്മൾ പറയുന്ന ഈ ഉച്ഛ്വാസ നിശ്വാസ വായു അല്ല, വായു എന്ന വാക്കിന് ഈ സന്ദർഭത്തിലെ അർത്ഥം എല്ലാറ്റിലും വായു രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ. വായു എന്ന വാക്കിന് ഇവിടെ അർത്ഥം വ്യാപിച്ചിരിക്കുന്ന. ആരാണ് വ്യാപിച്ചിരിക്കുന്നത് എല്ലായിടത്തും? ഈശ്വരൻ, പരമാത്മ അല്ലേ. ഇതാണ് ഉപനിഷത്തിൻ്റെ ഒരു രീതി. ഇതാണ് നമുക്കിപ്പം കുറേ കാലങ്ങളായിട്ട് അറിയാമല്ലോ, ഓരോ സന്ദർഭത്തിലും അർത്ഥം മാറും. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് വായു എന്ന വാക്കതുകൊണ്ട് സർവവ്യാപി. വായു എങ്ങനെയാണോ ഈ അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരാളെ ഉള്ളൂ, പരമാത്മ. അതുകൊണ്ട് ഇവിടെ വായു എന്ന വാക്കുകൊണ്ട് ഈശ്വരനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, ഓരോ മണ്ഡലങ്ങളും കടത്തി അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ മതി, ഒരു വലിയ സുവർണ പക്ഷി, ആ പക്ഷിയുടെ പുറത്ത് ആരിയ്ക്കുന്നു, ഈ പാരീക്ഷിതന്മാർ അല്ലെ അശ്വമേധ യാജികളിരിക്കും. അപ്പോൾ അവരെയും കൊണ്ട് പറന്ന് ഓരോ മണ്ഡലങ്ങളും 7 കടലും 7 മലയും എന്തൊക്കെയാണോ ഈ ബ്രഹ്മാണ്ടത്തിൽ ഉള്ളത് അതെല്ലാം കടന്ന് ഓരോ മണ്ഡലം. ഇവിടെ സൂര്യമണ്ഡലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ മനനം ചെയ്തതാണ്. ചന്ദ്രമണ്ഡലം, നക്ഷത്രമണ്ഡലം, എല്ലാ ഗ്രഹങ്ങളും കടന്ന് ലോകങ്ങളെല്ലാം
അല്ലേ, ഭൂലോകത്തിന് മുകളിലുള്ള ലോകങ്ങളെല്ലാം കടന്ന് ഹിരണ്യഗർഭനിൽ ഏൽപ്പിക്കുന്നു. ഹിരണ്യഗർഭൻ്റെ നമ്മൾ പുരാണങ്ങളിൽ ബ്രഹ്മാജി എന്ന് വിളിക്കും, ചതുർമുഖ ബ്രഹ്മ. ഉപനിഷത്തിൽ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കും. രണ്ടും ഒരാൾ തന്നെയാണ്. ഉപനിഷത്ത് വിളിക്കുന്നത് ഹിരണ്യഗർഭൻ എന്നാണ്, പുരാണങ്ങൾ വിളിക്കുന്നത് ബ്രഹ്മാജി, ചതുർമുഖ ബ്രഹ്മ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികർത്താവായ ഈശ്വരൻ. എന്തുകൊണ്ട് ബ്രഹ്മാജി എന്ന് വിളിക്കുന്നു? സൃഷ്ടി നടത്തുമ്പോൾ അല്ലേ നാമം ബ്രഹ്മ എന്നാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എങ്ങനെയാണ്? 3 പേരും 3 അല്ല, 3 ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ 3 പേരുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൃഷ്ടികർത്താവായ ഈശ്വരനിലേക്ക് ഈ അഗ്നിദേവൻ പുണ്യാത്മാവിനെ അല്ലെങ്കിൽ പാരീക്ഷിതന്മാരെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എവിടെയായിരിക്കും ഇത് ഏൽപ്പിക്കുക? അതിവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ പഠിച്ചത് ആയിട്ട് മനനം ചെയ്ത് ഇവിടെ അധ്യാഹാരം ചെയ്തോണം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിരിക്കുന്ന ലോകം സത്യലോകം അല്ലേ, അത് നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. റെഫറൻസ് വേണമെങ്കിൽ എഴുതിക്കോളൂ. സാമവേദം ചാന്തോഗ്യ ഉപനിഷത്ത് 8-ാം അധ്യായം അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? 8-ാം അധ്യായം വിരോചനനും ഇന്ദ്രനും ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പഠിക്കാൻ പോകുന്നത്, വിരോചനൻ അസുരൻ പിണങ്ങിപ്പോകുന്നൊക്കെ കഥ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലേ തന്നെ അറിയാം, നമുക്കറിയാം ബ്രഹ്മലോകം എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് സത്യലോകം. അവിടെ കൊണ്ട് ഏൽപ്പിക്കും. ആരെ? ഈ പുണ്യാത്മാവിനെ. അതാണ് ഇവിടെ ഓരോ മണ്ഡലങ്ങളും കടന്ന് ഈ അശ്വമേധയാജി ബ്രഹ്മലോകത്തെത്തും. അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിൻ്റെ മറ്റൊരു പേരാണ് സത്യലോകം. സത്യലോകത്തെത്തി ഏൽപ്പിച്ചു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ, അങ്ങേ ഏൽപ്പിക്കുകയാണ് എൻ്റെ ധർമ്മം. അപ്പോൾ സുവർണപക്ഷിയായിട്ട് മാറി അഗ്നിദേവൻ. അല്ല, നമ്മൾ ഈ TV-യിൽ സിനിമ കാണുന്ന പോലെ ഈ കഥ ഇങ്ങനെ വരണം മനസ്സിൽ അല്ലേ. ഭാവനാപ്രധാനമാണല്ലോ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്ര പഠനം എന്ന് പറയും. അപ്പം അങ്ങനെ അവിടെ ഏൽപ്പിച്ചു. അഗ്നിദേവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ. പിന്നെ ആ സുവർണ രൂപമൊന്നുമില്ല അഗ്നി അദ്ദേഹത്തിൻ്റെ അടുത്ത ധർമ്മത്തിലേക്ക് അദ്ദേഹം പോകും. ഇത് ഏൽപ്പിച്ചു. ആരുടെ അടുത്ത്? ഈശ്വരനെ ഏൽപ്പിച്ചു അല്ലേ. ഇനി അടുത്തതാണ് താൻ വായുഹു ആത്മനി ദിത്വ എന്ന് വെച്ചാൽ എന്താണ്? താൻ അയാളെ, ആരെ? അഗ്നിദേവൻ ഏൽപ്പിക്കുന്ന ഈ പുണ്യാത്മാവിനെ, പാരീക്ഷിതനെ അല്ലെങ്കിൽ അശ്വമേധയാജിയെ എന്ത് ചെയ്യുന്നു? വായുഹു എന്ന് വെച്ചാൽ ഈശ്വരഃ ആത്മനി ദിത്വ, ഈശ്വരൻ അല്ലേ, സൃഷ്ടികർത്താവായ ഹിരണ്യഗർഭൻ എന്ത് ചെയ്യുന്നു? ആത്മനി ദിത്വ, തന്നിലേക്ക് സ്വീകരിക്കുന്നു. ആത്മനി എന്ന വാക്കിനർത്ഥം തന്നിലേക്ക്. ആരിലേക്ക്? ഈ ബ്രഹ്മാജി തന്നിലേക്ക് ഇത് എൻ്റെ അടുത്തേക്ക് വരേണ്ട ആൾ തന്നെയാണ്. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അഗ്നിദേവനോട് പറഞ്ഞു, ശരി, നന്ദി, അങ്ങ് ദൂതനായി വന്ന് അങ്ങ് ഇതിനെ കൊണ്ട് തന്നല്ലോ. ഇനി അങ്ങയുടെ ധർമ്മം കഴിഞ്ഞു, അങ്ങേക്ക് പോകാം. ഞാനിതിനെ ഏറ്റെടുക്കുന്നു, ഈ പുണ്യാത്മാവിനെ സ്വീകരിക്കുന്നു. അതാണ് ആത്മനിധിത്വ, തന്നിലേക്ക് സ്വീകരിക്കുന്നു. ആര്? ഈശ്വരൻ, സൃഷ്ടികർത്താവ് സ്വീകരിക്കുന്നു. എവിടെ? സത്യലോകത്ത്. തത്ര അഗമയത്. ഈ സത്യലോകമൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ, നമ്മളതൊക്കെ കൂട്ടിച്ചേർത്തോണം. തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ അഭവൻ ഇതി. തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ അഭവൻ ഇതി. അടുത്ത വാക്ക് അല്ലേ, ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് ചോദിക്കാം. ഈ പാരീക്ഷിതന്മാരെയും അശ്വമേധയാജികളെയും എന്ത് ചെയ്യുന്നു? ഹിരണ്യഗർഭർ. അതാണ് തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ. അശ്വമേധയാജികളെ എങ്ങനെയാണോ ഈ സുവർണപക്ഷിയായ അഗ്നിദേവനിൽ നിന്നും ഈശ്വരൻ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ്
പാരീക്ഷിതന്മാരെയും ഈശ്വരൻ തന്നിലേക്ക് സ്വീകരിക്കുന്നത് അല്ലയോ ഭുജ്യു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ഒന്നുകൂടെ പറയാവേ. തത്ര അഗമയത് യത്ര അശ്വമേധയാജിനഃ അഭവന്നിതി. അതിൻ്റെ അർത്ഥം ഈ സുവർണ പക്ഷി കൊണ്ടു കൊടുക്കുന്ന സത്യലോകത്തെ ഏൽപ്പിക്കുന്ന ആ പുണ്യാത്മാവിനെ, അശ്വമേധയാജികളെ എങ്ങനെയാണോ ഈശ്വരൻ തന്നിലേക്ക് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് പാരീക്ഷിതന്മാരെയും ഈശ്വരൻ. അപ്പം ഇവരെ രണ്ടുപേരെയാണ് കൊണ്ടുപോകുന്നത്. സുവർണ പക്ഷിയായിട്ട് അഗ്നിദേവൻ ഈ പുണ്യാത്മാക്കൾ എന്ന് പറയുന്ന രണ്ടുപേര്, ഒന്ന് അശ്വമേധയാഗം ചെയ്തവർ അല്ലെങ്കിൽ പാരീക്ഷിതന്മാർ, ഇവരെ കൊണ്ട് ഏൽപ്പിക്കുന്നത്. അത് അശ്വമേധയാജികളെ സ്വീകരിക്കുന്ന അതേ തൂക്കത്തിൽ തന്നെ, അതിലൊരു അളവിനൊരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ പുണ്യാണ്. അപ്പം അതാണ് അശ്വമേധയാജിനഃ അഭവന്നിതി. അശ്വമേധയാജികളെ എങ്ങനെയാണോ സത്യലോകത്ത് ബ്രഹ്മാജി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും പാരീക്ഷിതന്മാരെയും സ്വീകരിക്കുന്നത് എന്ന് ഭുജ്യുവിനോട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ഇവിടെ. കാരണം അശ്വമേധയാജികൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് തന്നെയാണ് പാരീക്ഷിതന്മാർ പോകുന്നതെന്ന് യാജ്ഞവൽക്യ മഹർഷി ഭുജ്യുവിനോട് ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ തുടങ്ങി വെച്ച സെൻറ്റൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് അശ്വമേധയാജികളെ ബ്രഹ്മാജി സ്വീകരിക്കുന്നത് പോലെ തന്നെ പാരീക്ഷിതന്മാരെ സുവർണപക്ഷിയായി അഗ്നി കൊണ്ട് ബ്രഹ്മാജിയുടെ അടുത്ത് ഏൽപ്പിക്കും. അല്ലേ? ഈ ഹിരണ്യഗർഭൻ എന്നുള്ള വാക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. എല്ലാം ഒരേ നാമമാണ്, അല്ലേ? അല്ലെ പര്യായങ്ങളാണ്. അപ്പം ബ്രഹ്മാജി അങ്ങനെ അശ്വമേധയാജികളെ സ്വീകരിക്കുമോ അതുപോലെ തന്നെ പാരീക്ഷിതന്മാരെയും ആത്മനിധിത്വ തന്നിലേക്ക് തന്നെ സ്വീകരിക്കും സത്യലോകത്ത്. ഏവം ഇവ വൈ സഹ വായും ഏവ പ്രശംസ. ഏവം ഇവ വൈ സഹ വായും ഏവ പ്രശംസ. അല്ലയോ ഭുജ്യു, താൻ ഗന്ധർവനോട് ചോദ്യം ചോദിച്ചല്ലോ. അപ്പം ഗന്ധർവൻ എന്താണ് മറുപടി പറഞ്ഞത്? ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. എത്ര കോൺഫിഡൻസ് ആണെന്ന് നോക്കുക യാജ്ഞവൽക്യ മഹർഷിക്ക്, അല്ലേ? അഹോ ഭാഗ്യം, അഹോ ഭാഗ്യ, അഹോ ഗുരുർ, അഹോ ഗുരു. ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും അറുത്തു മുറിച്ച് പറയുകയാണ്. ഇത് തന്നെയാണ് ഗന്ധർവൻ അങ്ങയോട് പറഞ്ഞത്. ഹിരണ്യഗർഭനെ തന്നെയാണ് ഗന്ധർവൻ അങ്ങയുടെ ചോദ്യത്തിൽ പ്രശംസിച്ചു പറഞ്ഞത്. അതായത് ഈശ്വരനിലേക്കാണ് എല്ലാവരും എത്തുന്നത്. പാരീക്ഷിതന്മാർ ചോദിച്ചത് കൊണ്ട് പാരീക്ഷിതന്മാരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മളും മനസ്സിലാക്കണം, എല്ലാവരും ലയിക്കുന്നത് ഈശ്വരനിലേക്കാണ്. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ പുണ്യോ വൈ പുണ്യേന പാപഹ പാപേന ഭവതി. ഈ പാരീക്ഷിതന്മാരും അശ്വമേധയാജികളൊക്കെ ധാരാളം പുണ്യമുള്ളത് കൊണ്ട് അവർക്ക് പിന്നെ ബ്രഹ്മാജി അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് തന്നെ ഓർത്തോളൂ. അപ്പം ഇവർ 3 പേരും വ്യത്യസ്തരല്ല, 3 രൂപമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യും? അവർക്ക് അധികം പുണ്യം സമ്പാദിച്ചിട്ട് അവരെത്തിയത് കൊണ്ട് അവർക്ക് പുണ്യശരീരം അടുത്തതായിട്ട് പുനർജന്മത്തിൽ കൊടുക്കും. നമ്മൾ അധികം പാപമാണ് സമ്പാദിച്ച് എത്തുന്നതെങ്കിൽ ഈശ്വരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കൈമലർത്തും, അല്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് വന്നിരിക്കുന്നത് പാപത്തിൻ്റെ ക്രെഡിറ്റുമായിട്ടാണ്. അതുകൊണ്ട് പാപയോനിയിൽ പുനർജനിക്കും. പാരീക്ഷിതന്മാരും അശ്വമേധയാജികളൊക്കെ അധികം പുണ്യമായി വന്നതുകൊണ്ട് പുണ്യത്തിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകും. അവരുടെയൊക്കെ അടുത്ത പുനർജന്മം അല്ലെ പുണ്യശരീര പ്രാപ്തിയായിരിക്കും അടുത്തത് എന്ന് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഭുജ്യുവിനോട് പറയുകയാണ്. അപ്പം ആ ഗന്ധർവൻ പ്രശംസിച്ചത് ഹിരണ്യഗർഭനെയാണ്. അതായത് പ്രശംസിക്കുക എന്ന വാക്കുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കണം, ഗന്ധർവൻ പറഞ്ഞതിൻ്റെ താല്പര്യം എല്ലാ ജീവാത്മാക്കളും
സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ ഈശ്വരനിലാണ് എത്തുന്നത്. പിന്നെ നമ്മളുടെ പുണ്യപാപത്തിൻ്റെ തോതനുസരിച്ച് പുനർജന്മം. അതാണ് ഇവിടെ പ്രശംസ എന്ന ഒറ്റ വാക്കുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ തൊട്ടു മുമ്പത്തെ ബ്രാഹ്മണവും ആർത്തഭാഗ ബ്രാഹ്മണം അവസാനത്തെ മന്ത്രവും കൂടെ ഇവിടെ മനനം ചെയ്തോണം. ഏവം ഇവ വൈ സഹ വായുമേവ പ്രശംസ. ആ ഗന്ധർവൻ പാരീക്ഷിതന്മാരുടെ യാത്രയെക്കുറിച്ച് അങ്ങയോട് ഉത്തരം പറഞ്ഞു. അങ്ങയോടെന്ന് വെച്ചാൽ ബുജ്ജുവിനോട് ഉത്തരം പറഞ്ഞപ്പോൾ, അല്ലയോ ബുജ്ജു, അദ്ദേഹം ആരെയാണ് അവിടെ മെൻഷൻ ചെയ്തത്? ഈശ്വരനെയാണ്. ഈശ്വരനിലേക്കാണ് പാരീക്ഷിതന്മാരെത്തുന്നത്, അല്ലെങ്കിൽ അശ്വമേധയാജികൾ എത്തുന്നത്, സർവ ജീവാത്മാക്കളും എത്തുന്നത്. അതാണ് ഇവിടെ പ്രശംസ എന്നതുകൊണ്ട്. അല്ലാണ്ട് അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക അതല്ല, നമ്മൾ പ്രശംസിക്കുക എന്ന് പറയാൻ അങ്ങനെയല്ല അല്ലേ, ആ അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ഗന്ധർവൻ അങ്ങയോട് പറയുന്നത് ഇതാണ്: പരീക്ഷിതന്മാർ അല്ലെങ്കിൽ അശ്വമേധയാജികൾ സർവ്വജീവാത്മാക്കളും എത്തുന്നത് പരമാത്മാവിലേക്ക് തന്നെയാണ്. സൃഷ്ടികർത്താവ് എന്താ പറഞ്ഞ ഇവിടെ? നമ്മൾ എവിടെ നിന്നാണ് വന്നത്? സൃഷ്ടികർത്താവിൽ നിന്ന് അങ്ങടേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു അല്ലേ. നമുക്ക് നമ്മുടെ എന്താ പറയുക, വികൃതി കൊണ്ട് നമ്മൾ പലതും കാണിക്കുന്നു, അതിൻ്റെ ഇടയ്ക്കൊന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ വന്നത് എവിടെ നിന്നാണോ എവിടേക്കാണ് പോകുന്നതെന്ന് ഒന്നും തിരിച്ചറിയാണ്ട് നമ്മൾ കുറേ മായയിൽ പെട്ട് ഓരോന്ന് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, എവിടെ നിന്നാണോ ഒരു ജീവൻ വന്നിരിക്കുന്നത്, സൃഷ്ടികർത്താവിൽ നിന്നാണ്, ഈശ്വരനിൽ നിന്നാണ്. അല്ലെ, ഈശ്വരൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടിക്കുമ്പോൾ ആ നാമമാണ്, സൃഷ്ടി നടത്തുമ്പോൾ ഉള്ള പേര് മാത്രമാണ് ഈശ്വരൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നുള്ളത്. ആ ഹിരണ്യഗർഭനിൽ നിന്ന് വന്നു നമ്മളെയൊക്കെ ഗർഭം ധരിച്ചിരിക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒരാളാണ് ഈശ്വരൻ. അവിടെ നിന്ന് വന്നു അവിടേക്ക് തന്നെ ആണ് മടങ്ങിപ്പോകുന്നത് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. തസ്മാത് വായുരേവ, വായുഹു ഏവ വെഷ്ടിഹി അല്ലേ, ഒരുമിച്ച് പറയുമ്പോൾ വായുരേവ എന്ന് പറയും. വായുഹു അധികം ഏവ. തസ്മാത് വായുരേവ വെഷ്ടിഹി വായുഹു സമഷ്ടിഹി. അല്ലയോ ബുജ്ജു, ആ വായു തന്നെയാണ്, വായു എന്ന് വെച്ചാൽ ഈശ്വരൻ, ആ പരമാത്മാവായ ഹിരണ്യഗർഭനെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ചതുർമുഖ ബ്രഹ്മാവെന്ന് വിളിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് വെഷ്ടിയായിരിക്കുന്നതും സമഷ്ടിയായിരിക്കുന്നതും. എല്ലാ ജീവനിലും, വെഷ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ, എല്ലാ ജീവനിലും കുടികൊള്ളുന്നതും അത് തന്നെയാണ് വായുഹു സമഷ്ടിഹി എന്ന് വെച്ചാൽ എന്താണ്? ആ വായു പരമാത്മാവ് തന്നെയാണ് സമഷ്ടിയായി വ്യാപിച്ചിരിക്കുന്നത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. അദ്വൈതം ഇതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ കഴിവ്. നോക്കൂ, പാരീക്ഷിതന്മാരെ കുറിച്ച് ചോദിച്ചു, അതായത് അത് മുഴുവൻ യജ്ഞയാഗമാണ്, പക്ഷെ അദ്ദേഹം എത്തിച്ച ഉത്തരം നോക്കൂ, അദ്വൈതത്തിൽ എത്തിച്ചു അല്ലേ. പരമാത്മാവല്ലാതെ ഒന്നുമില്ല, എല്ലായിടത്തും എല്ലാമായിട്ടും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് ആ വായു. വായു എന്ന് വെച്ചാൽ ഈശ്വരൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. അദ്വൈതം വിട്ടൊരു കളിയില്ല. അതാണ് നമ്മൾ ജൽപ്പരൂപ ഉപപത്തി പ്രകരണം എന്ന് ഈ അധ്യായത്തിന് പേര് വരാൻ കാരണം അല്ലേ. എത്ര ആളുകൾ വാദിക്കാൻ വന്നോട്ടെ അല്ലേ, എത്ര കഴിവുള്ളവർ വന്നോട്ടെ, പക്ഷെ യാജ്ഞവൽക്യ മഹർഷി അദ്വൈത സ്ഥാപകനാണ്. അദ്വൈതം പറയുകയാണ്, പരമാത്മാവല്ലാതെ ഒന്നിലും ഇല്ല. അതാണ് വെഷ്ടിഹി, ഓരോ ജീവനിലും കുടികൊള്ളുന്നതും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതും അതല്ലാതെ ഒന്നുമില്ല എന്ന് പറയും. അത് അദ്വൈതം പറയുമ്പോൾ അതിൻ്റെ ഫലവും പറയണമല്ലോ. അതാണ് അദ്വൈത പഠന പദ്ധതി, അങ്ങനെയാണ് അല്ലേ. ഇതാര് തിരിച്ചറിയുന്നു, ഫലശ്രുതിയാണ് അത് പറയും. അപപുനഃ മൃത്യും ജയതി യ ഏവം വേദ. ആരാണോ ഇത് വേദ, വേദ എന്ന് വെച്ചാൽ തിരിച്ചറിയ, ടു ബി നോൺ. ആരാണോ ഇത് തിരിച്ചറിയുന്നത്, ഏത്
പരമാത്മാവിൽ നിന്നാണ് നമ്മൾ വന്നത്, അതിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. ആ പരമാത്മാവാണ് എല്ലാറ്റിലും കുടികൊള്ളുന്നത്, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് എന്ന് വേദ. വേദ എന്നുള്ള വാക്കിന് അത്ര അർത്ഥമുണ്ട്. ഒന്നുകൂടെ പറയാം. ആരാണോ ഇത് തിരിച്ചറിയുന്നത്, എന്ത് തിരിച്ചറിയുന്നത്? എവിടെ നിന്നാണോ ഓരോ ജീവൻ വന്നത്? ഈശ്വരനിൽ നിന്ന്. എവിടേക്കാണ് ഓരോ ജീവൻ പോകുന്നത്? ഈശ്വരനിലേക്ക്. അത് തിരിച്ചറിയുന്നത്. അതിനുശേഷം എല്ലാ ജീവനിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്, എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് ഒരേ ചൈതന്യമാണ്, പരമാത്മാവാണ് എന്ന് വേദം. ആര് തിരിച്ചറിയുന്നുവോ അവർക്ക് അവർക്ക് പുനഃ മൃത്യും ജയതി. അവരെന്താണ് ഇനി അവർക്ക് കിട്ടുന്നത്? മൃത്യും ജയതി. ജയതി എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, അതിവർത്തതി. ജയിക്കുക എന്ന് വെച്ചാൽ അതിവർത്തിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. അപ്പം പുനഃ മൃത്യും ജയതി. ഇനി അവർക്കൊരു ജന്മം ഉണ്ടാവില്ല. കാരണം എന്താ? അവരെല്ലാറ്റിലും ഈശ്വരനെയാണ് കാണുന്നത്, അല്ലേ? അവർക്ക് ഭയമില്ല. കാരണം ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ അങ്ങടേക്കാണ് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സ്ഥൂല ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ എവിടെ നിന്നാണോ ഞാൻ വന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും. അതുകൊണ്ട് എനിക്ക് മരണഭയമില്ല, അല്ലേ? പിന്നെ എല്ലാറ്റിലും അവർ ഈശ്വരനെ കാണുന്നു. ഇവിടെ നമുക്ക് ബ്രഹ്മവിദ്യാപ്രകടനത്തിൽ പഠിച്ച മൂർത്താമൂർത്ത ബ്രാഹ്മണവും മനനം ചെയ്യാം. മൂർത്തമായും അമൂർത്തമായും, അല്ലേ? വെഷ്ടി സമഷ്ടി ഇരിക്കുന്നത് പരമാത്മാവാണ്, അല്ലേ? സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും എല്ലാറ്റിലും ഇരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അവർക്ക് കോ ഭയ, അവരെന്തിനെ ഭയക്കണം? ഒന്നിനെയും അവർക്ക് ഭയമില്ല. അവർക്ക് പിന്നെ ഒരു പുനർജന്മം ഉണ്ടാവില്ല. അതാണ് അതിവർത്തതി. അവർ മരണഭയത്തെ അതിവർത്തിക്കുന്നു. മരണഭയത്തെ ആരതിവർത്തിക്കുന്നു? അവർക്ക് വീണ്ടും ഒരു ജന്മം ഉണ്ടാവില്ല. അതാണ് ജീവൻ മുക്തി. ഇത് കേട്ടപ്പോൾ ബുജു ആകെ സ്റ്റണ്ടായിപ്പോയി. എൻ്റെ ഭഗവാന്, ഞാൻ എന്ത് ചോദ്യമാണ് ചോദിച്ച് യാജ്ഞവൽക്യ മഹർഷി എന്ത് ഉത്തരവാണ് എനിക്ക് തന്നത്? ഞാനും ഇപ്പം അദ്വൈതിയായെന്നാണ് തോന്നുന്നേ എന്ന് ബുജുവിന് മനസ്സിലായി. അതോടുകൂടി എന്ത് ചെയ്തു? തതോഹ, ഇത് കേട്ടതിന് ശേഷം, തതോഹ എന്നതുകൊണ്ട് തതഹ എന്ന വാക്കിന് ഇവിടെ അനന്തരം, ശേഷം, ദെയർ ആഫ്റ്റർ എന്നുള്ള. ദെയർ ആഫ്റ്റർ എന്ന് വെച്ചാൽ യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി കേട്ടതിനനന്തരം. എന്ത് മറുപടി? അദ്വൈത മറുപടി കേട്ടതിനനന്തരം ബുജുവിന് ഇനി ഒന്നും ചോദിക്കാനില്ല. ബുജുഹു ലാഹ്യായനി ഉപരരാമ. ലാഹ്യായനൻ എന്ന മറ്റൊരു പേരോടും കൂടിയ ബുജു ഉപരമിച്ചു. ഓം നമോ നാരായണ, എനിക്കിനി ചോദ്യമൊന്നുമില്ല. അങ്ങ് പറഞ്ഞ ഉത്തരത്തിൽ 100% ഞാൻ തൃപ്തനാണ് എന്ന് ബുജു മൗനമായി പറഞ്ഞ് യാജ്ഞവൽക്യ മഹർഷിയോട് നമസ്കരിച്ചുകൊണ്ട്, ആ സഭാമണ്ഡപത്തിനെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് ബുജു തൻ്റെ സീറ്റിൽ പോയി ഉപരമിച്ചു. അതായത് തോൽവി സമ്മതിക്കുന്നു. ഞാൻ തോറ്റു എന്നൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഗന്ധർവൻ പറഞ്ഞ അതേ ഉത്തരം. ഗന്ധർവൻ ആരെന്നറിയില്ല. ഈ മാതൃദേശം എവിടെ നിന്ന് യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയില്ല, അവിടെ പോയിട്ടൊന്നുമില്ല. ഈ കുട്ടിയുടെ ദേഹത്ത് ഇരിക്കുന്ന ഗന്ധർവനെയോ പതഞ്ജലനെയോ ഒന്നും യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയില്ല. പക്ഷെ എന്തുത്തരമാണോ ഗന്ധർവൻ കൊടുത്തത് അതേ ഉത്തരം തന്നെ എത്രയോ നാളുകൾക്ക് ശേഷം ബുജു ചോദിച്ച, അല്ലേ? കാരണം അവർ പഠനാനന്തരം ദേശാടനം നടത്തുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ബുജു പണ്ഡിതനായി വിദ്വസഭയിൽ സംവദിക്കാൻ വന്നു. അപ്പം എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടാവും? അതിനൊക്കെ ശേഷം യാജ്ഞവൽക്യ മഹർഷി അതേ ഉത്തരം തന്നെ പറഞ്ഞപ്പം ബുജുവിന് മനസ്സിലായി, ഞാൻ കളിക്കുന്നത് നിസാരക്കാരനോടല്ല, യാജ്ഞവൽക്യ മഹർഷി മഹാഗുരുവാണ്, മഹാശ്രേഷ്ഠനാണ് എന്ന് മനസ്സിലായി ബുജു. ഇനി ഒരു ചോദ്യം കണ്ട, അത് 2 മന്ത്രമേ ഉള്ളൂ, തീർന്നു.
അശ്വലൻ്റെ പോലെയോ ആർത്തഭാഗനെ പോലെയോ ഒരു ചോദ്യം തോറ്റിട്ട് അടുത്ത ചോദ്യം ചാടിക്കേറി ചോദിക്കുന്നില്ല. അതാണ് ബുജ്ജുവിൻ്റെ വിനയവും മഹത്വവും. ഒറ്റ ചോദ്യത്തിൽ ബുജ്ജുവിന് കാര്യം മനസ്സിലായി, നിസ്സാരക്കാരനല്ല യാജ്ഞവൽക്യ മഹർഷി. അതുകൊണ്ടാണ് ബുജ്ജു ബ്രാഹ്മണം 2 മന്ത്രം കൊണ്ട് തീരുന്നത്. അല്ലെങ്കിൽ ഒറ്റ ചോദ്യം കൊണ്ട് തീരുന്നത്. ബുജ്ജുവിന് മനസ്സിലായി, ഞാൻ തീയെയാണ് പിടിച്ചിരിക്കുന്ന, പൊള്ളു, ഇനി വേണ്ട. അദ്ദേഹം മടങ്ങിപ്പോയി, ഞാനിനി ചോദ്യമില്ല. അങ്ങനെ ബുജ്ജു ബ്രാഹ്മണം അവസാനിക്കുകയാണ്. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം തൃതീയ ബ്രാഹ്മണം ബുജ്ജു ബ്രാഹ്മണം സമാപ്തം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.